ഇന്ന് ഉച്ചത്തേക്കുള്ള കറിയാണ്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചക്കക്കുരു ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീൻ ഉണ്ട്. ഉണക്ക ചെമ്മീനാണ്. ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. അതിലേക്ക് ഇച്ചിരി പുളി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചുകൊണ്ട് തേങ്ങ ഒഴിക്കണം. തേങ്ങ നന്നായിട്ട് ഒഴിച്ചിട്ട് സൂപ്പർ കറിയാണ്. നല്ല മഴയാണ് പുറത്ത്. ഈ മഴയ്ക്ക് ചേരുന്ന കറിയാണ് ഞാനിന്ന് വെക്കുന്നത്. അതിൻ്റെ ആ സ്മെല്ലും മഴയും കൂടെ ആവുമ്പോൾ നല്ല കഴകഴാന്നുണ്ട് കറി. ഇച്ചിരി കൂടെ ടൈറ്റാക്കണം. ടൈറ്റായിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കൂടെ ലൂസാക്കി. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. 2 പേർക്ക് 2-3 ദിവസത്തേക്ക് ഉണ്ടാവും കറിയിൽ. ഞാനും ഈ കറി ഒത്തിരി ഇഷ്ടമാവാനായിട്ട് കുറേ ദിവസമായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വറവ് കഴിക്കണം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് കറി സൂപ്പർ കറിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അടിപൊളി കറിയാണ്. ഇനിയിപ്പം ഇതേ വേണ്ടി വരും. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കാച്ചി നല്ല അച്ചാറുണ്ട്. അച്ചാറെന്ന് പറഞ്ഞാൽ 2-3 സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഇതൊക്കെ അച്ചാറാണ്. ഇത് ഇപ്പം ആന്ധ്രയിൽ നിന്ന് എൻ്റെ ഒരു കുഞ്ഞമ്മ വന്നിട്ടുണ്ട്. അവർ തന്നത് ഞങ്ങൾക്ക് വലിയൊരു ബോട്ടിൽ വന്നിട്ട് ഞങ്ങൾ 4 വീട്ടിലേക്ക് എടുത്തിട്ട് ഞാനിച്ചിരി ഇത്രയും എടുത്ത് അമ്മയ്ക്ക് അവിടെ അനിത്യമാർക്കൊക്കെ കൊടുത്തു. ഇത് അവിടുത്തെ ആന്ധ്രയിലെ ഫേവറേറ്റ് അച്ചാർ. അവർ വരുമ്പോഴെപ്പോഴും ഞങ്ങൾക്ക് കൊണ്ടുത്തരും. നല്ല ചൂടുള്ള ചോറും ചിത്രം സിനിമയും ഈ അച്ചാർ തന്നെ ഇത് ചെറിയ ഇതിലോട്ടാക്കി വെച്ചത് ബൗളിൽ. നമ്മുടെ കറിയാണ്. കറിയൊന്ന് തൊട്ട് വിട്ടു. ചോറുണ്ടല്ലോ. 3 ദിവസത്തേക്കുള്ള കറിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്ത്. ഇപ്പം തന്നെ ഇതുണ്ട കറി മുഴുവൻ കാര്യമാണ്. ഈ മനുഷ്യ ഇങ്ങനെ കറി വെച്ചാൽ എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ടേസ്റ്റിൽ കറി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതാ ചെമ്പിൽ ചോറ് 3/4 തീർത്ത് വെച്ചിട്ടുണ്ട്. ഇത് പപ്പടമൊക്കെ ഒരു സൈഡിലോട്ടിട്ടില്ല. അച്ചാറും ഇതേ വേണ്ടും പോലും. എല്ലാവരുടെയും കല്യാണത്തിനെല്ലാം കല്യാണ സദ്യ ഒന്നും വേണ്ട, ഒന്നും കഴിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇങ്ങനെ സൂപ്പർ ടേസ്റ്റാണ്.